ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് ഇനിയിപ്പോ നമുക്ക് കൂടി പോയി കഴിഞ്ഞാൽ എന്താണ് ജൂൺ ജൂലൈ മാസത്തിലൊക്കെ നമ്മുടെ എക്സാം വരാൻ പോവാണ്. അപ്പൊ ഇതുവരെയായിട്ടും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു പ്ലാനുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഫസ്റ്റ് പറയാനുള്ളത് എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിലബസ് തന്നെയാണ് അല്ലെ. അപ്പോൾ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് നമുക്ക് എങ്ങനെ ഈ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ എത്താം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ. 10th പ്രിലിംസ് എന്ന് പറയുന്ന പരീക്ഷ 2020 ശേഷമാണ് നമുക്ക് 10th പ്രിലിംസ്. നമുക്ക് ലാസ്റ്റ് LDCക്ക് മുന്നേ വരെ നമുക്ക് പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്നുള്ള രീതിയിലായിരുന്നു എക്സാം പോകുന്നത്. അപ്പൊ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. നമ്മളൊരു 10ാം ക്ലാസ് ലെവൽ നടത്തും. നമ്മൾ സ്കൂളിൽ 10ാം ക്ലാസ് പഠിച്ചിരിക്കുന്ന ആ ഒരു ലെവൽ ബേസ് ചെയ്ത് അതിന്റെ അത്ര പോലും ഇല്ല. നമുക്കിവിടെ ഒരു ചോദ്യവും 4 ഓപ്ഷൻ ആൻസർ കറക്റ്റ് ആൻസർ ഉണ്ട്. അതിൽ നമ്മൾ കറക്റ്റ് ആൻസർ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ കാണാതെ പഠിച്ച് നമ്മളിവിടെ എസ്സേയോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ നമുക്ക് എഴുതേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പഠിച്ചു തുടങ്ങുമ്പോഴുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഡേ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ കോഴ്സിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 120, 100 എന്നിങ്ങനെ ദിവസത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 60 മാർക്കിന്റെ 6 പോർഷൻസ് ആണ് വരുന്നത്. അതിൽ കറണ്ട് അഫേഴ്സ് 10 മാർക്കിന്റെ, ബാക്കി ഇന്ത്യൻ ജോഗ്രഫി, ദെൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അത് കേരള ഹിസ്റ്ററി, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ജോഗ്രഫി, ദെൻ കേരളത്തിലുണ്ടായ കേരള ഹിസ്റ്ററിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠനം തുടങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വേണ്ടത് PYQ വേണം, അതേപോലെ തന്നെ SCRT വേണം, അതുപോലെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം, അതുപോലെ തന്നെ റിവിഷൻ ചെയ്യണം. അപ്പൊ ഇത്രയുമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കറണ്ട് അഫേഴ്സ് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ 2000 തൊട്ട് ചെയ്യുമ്പോൾ 2020 തൊട്ട് ചെയ്യുമ്പം കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് സ്കിപ്പാക്കി കഴിഞ്ഞാലും ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുമ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ അതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് 4:30 നമ്മളുടെ ലൈവ് PYQ പോകുന്നുണ്ട്. അപ്പൊ 4 ഓപ്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ 4 ഓപ്ഷനും എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് 5 മുതൽ 10 വരെയുള്ള, ഇവിടെ നമ്മൾ പറയുന്നത് കൂടുതലായിട്ടും നമ്മൾ 10th പ്രിലിംസിന് ഏതൊക്കെ SCRT പഠിക്കണം ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ പോയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സസ് നമ്മൾ ഏതൊക്കെയാണ് SCRT എന്നുള്ളത് പ്രോപ്പറായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് മേജറായിട്ട് വരുന്നതാണ് 10 മാർക്കാണ് നാച്ചുറൽ സയൻസിന്റെ വരുന്നത്. അതിൽ തന്നെ നമുക്ക് SCRT മാത്രം, SCRT ടോപ്പിക്ക് ഇപ്പം നിങ്ങൾ വിറ്റമിൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ 5 മുതൽ 10 വരെയുള്ള വിറ്റമിൻസുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതെന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക ആദ്യമേ തന്നെ. ഓക്കെ, പിന്നെ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പത്രവാർത്ത, നമുക്ക് നല്ല നല്ല ടെലഗ്രാം ചാനൽസ് ഉണ്ട്, അതുപോലെ PSC ബുള്ളറ്റിൻസ് ഉണ്ട്. അതൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ കൂടിയിട്ട് നമുക്ക് 10 മാർക്കാണ് വരുന്നത്. ഇതും അതുപോലെ തന്നെ ചാപ്റ്റർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റഡി നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. ഇനി നമ്മൾ മാത്സ് 7 ഭാഗങ്ങളാണ് വരുന്നത്. അതുപോലെ മാനസിക ശേഷി എന്താണ് നമ്മുടെ മെന്റൽ എബിലിറ്റി 10 മാർക്ക്, 20 അങ്ങനെ 20 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പ്രിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പാസ് മാർക്ക് നേടുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഒരു കടമ്പയായിട്ട് വരുന്നുള്ളൂ. അതിനുശേഷമാണ് മെയിൻസിലേക്ക് പോകുമ്പോൾ ഇപ്പം നമ്മുടെ കമ്പനി ബോർഡ് LGS ആണെങ്കിൽ തന്നെ മെയിൻസിൽ നമുക്ക് ഈ സിലബസിൽ കൂടെ കുറച്ചുകൂടെ ആഡ് ഓൺ ചെയ്ത് പഠിച്ചാൽ മതിയാകും അല്ലെ. അപ്പൊ അത് നമ്മൾ പഠിക്കുന്ന രണ്ടിനും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിൽ വെച്ച് തന്നെ പഠിക്കുക. അതായത് നിങ്ങൾ ഇപ്പൊ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തോടു കൂടി നമുക്ക് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആവുമ്പോൾ മെയിൻസ് ഉണ്ടാവും. ഈ ഒരു വർഷത്തിൽ തന്നെ നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ പഠിച്ച് ഉയരുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇതെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് ഒരു 120 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഓരോ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ഇപ്പോൾ ഡേ 1 എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് 60 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു പോർഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നതാണ് ബയോളജിയുടെ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ മാത്സ്, അതായത് നമ്മൾ 30 മാർക്ക് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്കിപ്പം ഇന്ത്യൻ ജോഗ്രഫി ഇറ്റമിനാണെങ്കിൽ SCRT ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ പഠിക്കാനായിട്ട് തരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. SCRTക്കും അതുപോലെ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5 അങ്ങനെ നിങ്ങൾക്ക് 120 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നതാണ് OMR. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർ ആയിട്ടുള്ള ഒരു OMR പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ്. അത് നമ്മൾ എങ്ങനെ ചെയ്യണം, ഓഫ്ലൈൻ ആയിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു ഏരിയയിൽ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഡേ 10 നിങ്ങൾ ഡേ 1 തൊട്ട് ഡേ 10 വരെ പഠിക്കുന്ന ദിവസങ്ങളിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഫുൾ മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതുവഴി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 100 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഉദ്യോഗാർത്ഥി എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മെന്റലി പ്രിപ്പയർഡ് ആക്കുന്ന രീതിയിലുള്ള ലൈവ് ക്ലാസ്സസ്, മോട്ടിവേഷൻ സെഷൻസ്, നമ്മുടെ ക്ലാസ്സസ്, ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതിയാകും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നിങ്ങൾ വീണ്ടും കാണുന്നത് വരെ ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.